ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നിൽ കണ്ടോ നല്ല കിടിലൻ വാട്ടർഫോൾസ്. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇതുപോലുള്ള കോട്ടേജ് പോലത്തെ റൂംസിൽ, വലിയ വലിയ റൂംസിൽ സ്റ്റേ ചെയ്യണം. തൊട്ട് താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, തൊട്ടടുത്ത് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസും ഈ വിശേഷങ്ങളും ഈ ഒരു പോസിറ്റീവ് ആംബിയൻസൊക്കെ ഉള്ള ഈ ഒരു കുഞ്ഞ് റിസോർട്ട് മൂന്നാറിലാണ്. ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഓഫീസ് അവിടെയാണ് കേട്ടോ. റിസപ്ഷൻ ഏരിയ അവിടെയാണ്. റിസപ്ഷനിൽ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ച കാണുന്നത്, നല്ലൊരു കിട്ടിലും വാട്ടർഫോൾസ്, നല്ല ഹൈറ്റിൽ. എന്തായാലും ഇതാണ് നമ്മുടെ മുറി. മുകളിലത്തെ നിലയിലാണ് മുറി. ആക്ച്വലി ഒരു വലിയ കോട്ടേജിൻ്റെ ലുക്കാണ് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇത് കണ്ടോ, ഓവനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. പിന്നെ അതാ ഒരു മിനി ഫ്രിഡ്ജുണ്ട്. പിന്നെ വാഷ്റൂമും കൂടെ നോക്കി വയ്ക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഷ്റൂമാണിത്. കൊള്ളാം, കുഴപ്പമില്ല. ഇതൊരു ഭയങ്കര പ്രീമിയം റിസോർട്ടൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വലിയൊരു റൂമാണ് കേട്ടോ. ബെഡ്റൂം നല്ല വലിപ്പമുള്ളതാണ്. ടി വി ഉണ്ട്, കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. പിന്നെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, കിടിലം ഒരു ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കണ്ടോ. തൊട്ട് താഴെ ഒരു പുഴയുണ്ടേ, മഴ പെയ്തുകൊണ്ട് ഇവിടെ വെള്ളമുണ്ട്. അപ്പോൾ ബാൽക്കണി ഇരിക്കാനായിട്ട് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ, നമുക്ക് പുഴയിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ആ വഴിയൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. പുഴയിൽ ഇപ്പോൾ അത്യാവശ്യം ഒഴുക്കുണ്ട്. അപ്പോൾ ഇറങ്ങാൻ പോകുന്നവർ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. മലയുടെ ആ മുകളിൽ മഞ്ഞ് മൂടുന്ന വ്യൂവും അതേസമയം ഒരു സൈഡിൽ പുഴ ഒഴുകുന്ന ആ ഒരു വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഈ റൂമിൽ നിന്ന് തന്നെ പുഴയുടെ ആ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് അടച്ചാലും ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിവേറ ആൻഡ് ഇൻ റിസോർട്ടിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ. ഇവിടുത്തെ റിസപ്ഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. റിസപ്ഷൻ്റെ പിന്നിലാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ റിസപ്ഷൻ്റെ മുമ്പിലുള്ള വ്യൂ കണ്ടോ. റിസപ്ഷൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു ഡെക്കുണ്ട്, ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ കാണുന്നത് ഈ ഒരു വാട്ടർഫോൾസാണ്. കണ്ടോ, നല്ല കിടിലം വാട്ടർഫോൾസ്. നമ്മുടെ ലൊക്കേഷൻ ആക്ച്വലി മാങ്കുളമാണ് കേട്ടോ, മൂന്നാറിനടുത്ത്. ഇനി ഈ റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത വന്നാൽ ചുറ്റും ധാരാളം ഫ്രൂട്ട്സൊക്കെ ഉള്ള മരങ്ങളാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് കയറി വരുമ്പോഴൊക്കെ കാണാൻ പറ്റും. അവിടെ വന്നപ്പോഴും കിട്ടിയതെന്ന് പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു അത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊന്ന് നോക്കി കാണാം. ഓക്കെ, നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ റൂംസ് കേട്ടോ. നമ്മൾ ആ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കിട്ടും. വാട്ടർഫോൾസിൻ്റെ വ്യൂ കുറച്ചുകൂടെ കാണാൻ പറ്റും. ഈ താഴത്തെ റൂമിൽ ഈ ഒരു ബിൽഡിംഗ് അത് മറയുന്നുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു കിഡ്സ് പാർക്കുണ്ട് കേട്ടോ. ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ചെറിയ രീതിയിൽ 1-2 ഐറ്റംസൊക്കെ, അതായത് ഊഞ്ഞാലും സീസോയും. അപ്പോൾ നിങ്ങളുടെ വെക്കേഷൻ അങ്ങനെ പൊളിയായി. അപ്പോൾ ഇവിടെ ഒരു ഇൻഡോർ ഗെയിം ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. ഡാർട്ട്സൊക്കെ കളിക്കാം. കൊള്ളാം. ചെറിയ രീതിയിൽ ഉള്ള ഏരിയയിൽ അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അതാണ് നമ്മുടെ മുറി. ഇവിടെയൊക്കെ റൂംസ് ഉണ്ടല്ലേ. ഇത് ആക്ച്വലി ഒരു പുതിയ അഡീഷനാണ് കേട്ടോ. ഈ റിസോർട്ട് ഇത്തിരി പഴയ റിസോർട്ടാണെങ്കിലും സ്വിമ്മിംഗ് പൂളൊക്കെ ഈ ഇടയ്ക്കാണ് വന്നത്. ഇവിടെ ഉണ്ടല്ലോ ലവ് ബോട്ട്സ്. ആദ്യം നമുക്ക് ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ കുറച്ച് ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ബാ, നടന്ന് നമ്മൾ ഇത്രയും നടന്ന് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ അവർ പുഴയുടെ സൈഡിൽ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ചിറങ്ങണം. എനിക്കൊന്ന് നമുക്ക് രാത്രി വേണമെങ്കിൽ ഗ്രില്ലൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാൻ തോന്നുന്നു. കൊള്ളാം, നല്ലൊരു ഏരിയ കേട്ടോ. പക്ഷേ മഴയത്താണെങ്കിൽ ഇവിടെ വേറെ റൂഫൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഫുള്ള് വെള്ളമായിപ്പോൾ, പുല്ലും മണ്ണും ഒക്കെ ആയതുകൊണ്ട്. എനിക്കൊന്ന്
അവിടെ അവർ കൈ കഴുകാനൊക്കെ ആയിട്ട് സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താൽക്കാലികമായിട്ട് രാത്രി എന്തെങ്കിലും വലിയ ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ പരിപാടി അറേഞ്ച് ചെയ്യാം. പുഴയുടെ അരികിലായതുകൊണ്ടും ഇഷ്ടംപോലെ മരങ്ങളുള്ളത് കൊണ്ടും ധാരാളം കിളികളുണ്ടേ. അപ്പോൾ നമ്മൾ നടന്ന് പുഴയുടെ അരികിലെത്തി. വഴി നമ്മൾ നേരത്തെ ആ പുഴയുടെ ഭാഗത്തോട്ട് പോയി. പുഴയുടെ ഭാഗത്തോട്ട് പോകുമ്പോൾ ആ പുല്ലിൻ്റെ ഭാഗത്തൊക്കെ അട്ടയുണ്ടാവും. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ കയറി വന്നു. കുറച്ചേരം അവിടെ ഇരുന്നു കേട്ടോ, പാറയിൽ ഒക്കെ ഇരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. ഇപ്പോൾ ഭാഗ്യത്തിന് മഴയൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൂളാണ്. ഇൻഫിനിറ്റി വ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം മുൻപിൽ മരങ്ങൾ തടസ്സം നിൽക്കുന്നുണ്ട് വ്യൂവിന്. പക്ഷെ എന്നാലും കൊള്ളാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ നൈറ്റ് ആംബിയൻസ് കേട്ടോ. ഇന്നിപ്പോൾ ആക്ച്വലി ഞങ്ങൾ മാത്രമേ ഉള്ളൂ, കാരണം ഇതൊരു വർക്കിംഗ് ഡേ ആണ്. സമയം രാവിലെ 7 മണി. നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലെയുള്ള കാഴ്ചകൾ ഇതാണ് കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോഴും നമുക്ക് ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. ജോസ്മലയിലൊക്കെ ഇങ്ങനെ കോട പോകുന്നുണ്ടോ, അടിപൊളി. മാങ്കുളത്ത് ഈ ചൂട് കാലങ്ങളിൽ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് തന്നെ റൂമിൽ AC ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റിസോർട്ടാണ് കേട്ടോ, കൊള്ളാം. അത്ര വലിയ റേറ്റും ഇല്ല റൂമിന്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. നമുക്ക് ആ റിസപ്ഷൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ഇന്നലെ വൈകിട്ട് നമ്മൾ പോയായിരുന്നു, എന്നാലും ഇപ്പോൾ രാവിലെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണെന്നൊന്നും അറിയണ്ടേ. നല്ല കിടിലം വ്യൂ ആണ് അവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റിസപ്ഷൻ. റിസപ്ഷൻ്റെ പുറകിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാം. നല്ല കിടിലം വ്യൂ അല്ലേ, മുകളിൽ കോടമഞ്ഞൊക്കെ വരുന്നുണ്ട്, അടിപൊളി. ചുറ്റും നല്ല കാഴ്ചകളാണ്. നമ്മളെക്കാട്ടും ഉയരത്തിൽ ഇഷ്ടംപോലെ മലകൾ തൊട്ടടുത്തുണ്ട് കണ്ടോ. മാങ്കുളം നിങ്ങൾക്കറിയായിരിക്കും, ഇതിനടുത്ത് കാടൊക്കെ ഉണ്ട്. അപ്പം ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. ആനക്കുളം ഇതിനടുത്താണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മൊത്തത്തിലൊരു ഒരു കാടിനോട് ചേർന്ന് സ്റ്റേ ചെയ്യുന്നൊരു ഫീല് നമുക്ക് ഈ ഒരു റിസോർട്ടിൽ കിട്ടും. മാത്രമല്ല അതിപ്പോൾ രാവിലെ ഇവിടെ വന്നിട്ട് ഫുള്ള് കിളികളാണ് കേട്ടോ. കിളികളുടെ ഇങ്ങനെ സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാം. മഴയൊന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് കിളികളെല്ലാം ആക്റ്റീവായിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ രാവിലത്തെ കാഴ്ചകൾ, കുറച്ച് ക്ലിയർ ആയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഇഡ്ഡലി, പിന്നെ ബ്രെഡ്, ജാമ്, ദോശ, പിന്നെ ഇന്നലത്തെ ഞങ്ങളുടെ രാത്രിത്തെ ചിക്കൻ കറിയും കൂടെ ബാക്കി ഒന്ന് ചൂടാക്കി തരാൻ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ റിവേറ ഇൻ റിസോർട്ടിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയാൻ പോകുന്നത്. ഇതിലുള്ള കാഴ്ചകളാണ്. പോസിറ്റീവ്സാണ് കൂടുതലായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. നമ്മൾ ഇന്നത്തെ ഈ ഒരു റൂമിൻ്റെ ആഘോഷം ഞാൻ ഓൾറെഡി കാണിച്ചു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഇതിനകത്ത് ഇപ്പോൾ അവർ കെറ്റിൽ അങ്ങനത്തെ ഇതെല്ലാം അമ്യൂണിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂമിന് 4500 അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ അതെനിക്കൊന്ന് കൊള്ളാം, നല്ലൊരു നമുക്ക് പറ്റിയൊരു റേറ്റാണ്. കാരണം എനിക്കതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇവിടുന്ന് നമുക്ക് ജീപ്പ് റൈഡിനൊക്കെ പോകണമെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും. മാങ്കുളം നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരുപാട് വാട്ടർഫോൾസൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ജീപ്പ് കൊണ്ടുപോകുന്നതാണ്. പാക്കേജ് പല പാക്കേജ് ഉണ്ട്. അത് മറ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിടൽ ആംബിയൻസ് ആണ്. നമ്മുടെ ഇപ്പോൾ റൂമിൻ്റെ ചുറ്റും നമുക്ക് ഈ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും, കാരണം പുഴയാണ്. പിന്നെ നിങ്ങൾ അടിമാലി കല്ലാർ വഴിയൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല റോഡാണ്. മൂന്നാർ പോയിട്ട് നിങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇത്രയും മോശം റോഡാണ്. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ മെയിൻ്റനൻസിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. നമ്മൾ റൂമൊക്കെ നല്ല നീറ്റാണ്, പക്ഷേ റൂമിൻ്റെ സൈഡിലോ അങ്ങനെ പുറത്തൊക്കെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ആയിട്ട്, അതിപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തതെന്ന്. എനിക്കൊന്ന് സ്റ്റാഫിൻ്റെ പരിമിതിയൊക്കെ ആയിരിക്കാം. ഞാൻ തീരെ വൃത്തികേടായിട്ട് കിടക്കുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പല റിസോർട്ടുകളിൽ പോയി സ്റ്റേ ചെയ്തുള്ളത് കൊണ്ട് നമുക്ക് ആ ഓട്ടോമാറ്റിക്കലി കമ്പാരിസൺ വരും. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ഫുഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും അത്യാവശ്യം സ്പ്രെഡ് ഉണ്ടായിരുന്ന ഐറ്റംസ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ രാത്രിത്തെ ഫുഡാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും പെപ്പർ ചിക്കനുമായിരുന്നു. പിന്നെ ഒരു എഗ് കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ, ഒരു ഗ്രേവിക്ക് വേണ്ടി. ഉള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. 2 കറിയും നല്ലതായിരുന്നു. അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു പെപ്പർ ചിക്കന്. അതുപോലെ പൊറോട്ടയും കുഴപ്പമില്ലായിരുന്നു.
പിന്നെ അത് തന്നെ അവർ ബാക്കി വന്നത് രാവിലെ അതും തന്നായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സ്പ്രെഡ് ഉണ്ടായിരുന്നു, ഓൾറെഡി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു നാടൻ ഫുഡാണ് കൂടുതൽ ഇവിടെ ഉള്ളത്, ഒരുപാട് വലിയ മെനു ഒന്നും ഇല്ല കേട്ടോ ഡിന്നറിന്. അപ്പോൾ അതൊന്ന് ഓർത്തോളൂ. വളരെ എന്താ പറയുക കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ, റിവർ ആക്സസോട് കൂടി. തൊട്ട് മുൻപിൽ റിവറാണ്, നമുക്ക് പോകാനായിട്ട് ഇതാ വഴിയൊക്കെ ഉണ്ട്, ഇതാ ഇവിടെ കാണാൻ കണ്ടോ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസോട് കൂടി ഇത്രയും അമ്യൂണിറ്റീസോട് കൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമിൽ സ്റ്റേ ചെയ്യാൻ അതും 4500 രൂപയ്ക്ക് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ആംബിയൻസിൽ കിടിലം ഫുഡോട് കൂടി നല്ല ആക്ടിവിറ്റീസും കാഴ്ചകളും ഒക്കെ ആയിട്ട് കുഞ്ഞൻ റിസോർട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളും രുചി വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.